ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ് ആണോ ഗുഡ് ഈവനിങ് ആണോ എന്ന് അറിയത്തില്ല. ഞാൻ എപ്പോഴാണ് വീഡിയോ ഇടുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം എനിക്ക് വന്ന് ഓൾമോസ്റ്റ് 1 മന്തോ 2 മന്തോ അങ്ങനെ ആയെന്ന് തോന്നുന്നു വീഡിയോ ഇട്ടിട്ട്. സ്ഥിരം ഇല്ല, മാവേലി വരുന്നത് പോലെയാണ് ഞാൻ വീഡിയോ ഇടുന്നതെന്ന് എനിക്ക് തന്നെ പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പ്രൈവറ്റായിട്ട് അല്ല സോറി പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് വരാറുണ്ട് കേട്ടോ, ഇൻസ്റ്റാഗ്രാമിൽ കുറച്ചൊക്കെ. പിന്നെ കുറേയൊക്കെ ഞാൻ ഇങ്ങനെ ആൻസർ ചെയ്തിട്ടുള്ളതാണ്, എന്നിട്ടും വീണ്ടും വീണ്ടും ചോദിക്കും. അപ്പോൾ എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ഇയർ ഹൗസ് ബിൽഡിങ് കഴിഞ്ഞു. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട്. ഇപ്പം ഹോസ്പിറ്റൽ ഡ്യൂട്ടിയാണ്. അപ്പം ഇവിടുന്ന് പോകണമെങ്കിൽ ഒരു മണിക്കൂർ 1.5 മണിക്കൂറിനകത്തൊരു ഡിഫറൻസ് ഉണ്ട് ഹോസ്പിറ്റലുമായിട്ട്. അപ്പം അല്ല, ഡിസ്റ്റൻസ് ഉണ്ട്. മൊത്തം പൊട്ടത്തെറ്റാ വിളിച്ചു പറയുന്നത്. ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പം അതിൻ്റേതായിട്ടുള്ളതും പിന്നെ ഇപ്പം സമ്മറൊക്കെ ആയി തുടങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ വെയിലൊക്കെയാണ്. പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം എനിക്ക് ഉറക്കം എന്ന് പറഞ്ഞാൽ ഉറങ്ങി പാതിരാത്രി എഴുന്നേക്കും, ഫുഡ് കഴിക്കും, പിന്നെ ഉറക്കമില്ല. അങ്ങനത്തേക്കൊരു അവസ്ഥയിലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ചെറുതായിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസറും ചെയ്ത് എൻ്റെ ഒരു 1 ഇയർ ഓഫ് എക്സ്പീരിയൻസ് ഹൗസ് ബിൽഡിങ് എടുത്തപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസും ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാനിന്ന് വന്നത്. അപ്പോൾ എന്നെ കണ്ടിട്ടാരും നോക്കണ്ട, ഞാൻ പൊട്ടിയിട്ടേക്ക്. ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് മേക്കപ്പ് ചെയ്ത്. പക്ഷേ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. കുഴപ്പമില്ല. എനിക്ക് അറിയത്തില്ല മേക്കപ്പ് ഇടാൻ. അപ്പം ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കുക. ഞാൻ വിചാരിച്ചു സമ്മറൊക്കെ അല്ലേ, നമ്മൾ ചുരിദാറൊക്കെ ഇട്ട് ഒന്ന് പുറത്തിറങ്ങാമെന്നൊക്കെ വിചാരിച്ചു മേക്കപ്പൊക്കെ ഇട്ടോട്ട്. പക്ഷേ എനിക്ക് ഇത്രയും മേക്കപ്പ് ഇട്ടിട്ട് പോകാൻ മടിയാണ്. ഇനിയിപ്പം മുഖമൊക്കെ കഴുകിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടിട്ടൊക്കെ പോകണം. പള്ളിയിലൊക്കെ പോകുമ്പോൾ എടുത്തിട്ടിട്ട് പോയി ഡ്രസ്സ്. അപ്പം അങ്ങനെ വിഷയം മാറി സോറി. പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അതും ഇതും എല്ലാം ഞാൻ വലിച്ചു വാരി എന്തൊക്കെയോ കിടന്നങ്ങ് പറയാം. അതാണ് എൻ്റെ കുഴപ്പം. അപ്പം നമ്മൾ പറയാൻ പോകുന്നത് എൻ്റെ 1 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്. ശരിക്കും പറയുവാണെങ്കിൽ ഇഷ്ടപ്പെട്ടെടുത്ത ഒരു പ്രൊഫഷനേ അല്ല നഴ്സിംഗ് ഫീൽഡ്. അത് ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എനിക്ക് വലിയ താല്പര്യമുള്ള ഒരു ജോലിയല്ലായിരുന്നു നഴ്സിങ്. പക്ഷേ ഇപ്പം എനിക്ക് താല്പര്യമുണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് താല്പര്യമുണ്ട്. നമ്മളിപ്പം ഹൗസ് ബിൽഡിങ് പഠിക്കുന്ന സമയത്ത് എൻ്റെ എൻ്റെ എംപ്ലോയറിൻ്റെ കീഴിലുള്ളത് ഓൾഡ് ഏജ് ഹോമാണ്, ഹോസ്പിറ്റലല്ല. അപ്പോൾ ആ ഓൾഡ് ഏജ് ഹോമാണ് എനിക്ക് കൂടുതൽ വർക്ക് കിട്ടുന്നത്. അപ്പോൾ അവിടെ തന്നെ വർക്ക് ചെയ്യുമ്പം വിചാരിക്കുക ഇവിടെ സ്ട്രെസ് ഇല്ലല്ലോ, ഇവിടെ തന്നെ ഇങ്ങനെ വർക്ക് ചെയ്യാമെന്ന്. പക്ഷേ പല ഡിപ്പാർട്ട്മെൻറ്റിൽ, അതായത് ഹോസ്പിറ്റലിൽ പല സ്റ്റേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ വിചാരിക്കും ഇവിടെ വർക്ക് ചെയ്യുക കുഴപ്പമില്ല, നഴ്സിംഗ് കുഴപ്പമില്ല എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ 1 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഞാൻ ഒന്നും കൂടെ ഒരു ഇൻട്രോ ആയിട്ട് പറയുകയാണ്. നഴ്സിങ്ങിന് വന്നതിന് ശേഷം എനിക്കുണ്ടായ മാറ്റങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എനിക്കറിയത്തില്ല, ഞാൻ ഈ പറഞ്ഞു പോയാൽ ഈ ബ്ലാബ അടിച്ചങ്ങ് എന്തൊക്കെയോ കടന്ന് പറഞ്ഞു പോകും. സത്യത്തിൽ പറയാനുള്ളതായിരിക്കുമോ പറയുന്നത് എനിക്കറിയാൻ വയ്യ. എന്തായാലും കേൾക്കും. എനിക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയോ കാണാതിരിക്കുകയോ ചെയ്തോ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഞാൻ പറയും. ഞാൻ ആദ്യം ഏപ്രിലാണ് എനിക്ക് ക്ലാസ് തുടങ്ങുന്നത്. ഈ ഏപ്രിൽ ആയപ്പോഴത്തേക്ക് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആയി. ഞാനിപ്പോൾ സെക്കൻഡ് ഇയറിലായി. അപ്പം ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. എൻ്റെ ലാസ്റ്റ് ഐൻസാർട്സ്, അതായത് ലാസ്റ്റ് വർക്ക് ചെയ്ത സ്റ്റേഷനിലെ പേപ്പറും അന്ന് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് കൊണ്ടുപോയി കൊടുക്കണം സ്കൂളിൽ. അപ്പോൾ അതിന് മുൻപായിട്ട് ഒന്നും കൂടെ ഞാൻ പറയാം. ഞാൻ മൊത്തം പൊട്ടത്തെറ്റാണ് പറയുന്നത്. ഞാൻ വേറെ പറഞ്ഞു പോവാം ഗൈസ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ്. ഇനി ഞാൻ എല്ലാം കറക്റ്റായിട്ട് പറയാം. ഏപ്രിൽ എനിക്ക് ക്ലാസ് തുടങ്ങി. ആദ്യം തന്നെ ക്ലാസ് ആയിരുന്നു. ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ആ ഒരു വീക്ക് അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സൊക്കെ എന്ന് പറഞ്ഞാൽ കിളി പോകുന്ന കണക്കാ. രാവിലെ ചെല്ലുക, കുറച്ച് നേരം ഇങ്ങനെ ഉറക്കം എന്ന് പറഞ്ഞാൽ അമ്മാതി നമുക്ക് ഉറക്കം തൂങ്ങിപ്പോവും. നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ ഇത്ര ഓരോ സബ്ജക്റ്റ് ഓരോ ടീച്ചേഴ്സ് അങ്ങനെയല്ലേ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ രാവിലെ 8:15 തുടങ്ങി ഇടയ്ക്ക് ബ്രേക്ക് ഒഴിച്ച് ബാക്കി 2:45 3 മണി വരെ ഒരു ടീച്ചറാണ് പഠിപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അത് ജർമ്മനി. അത്രയും സമയം നമ്മളിങ്ങനെ കേട്ടിരുന്ന് ഉറക്കം തൂങ്ങി. ഞാൻ ആദ്യത്തെ ഒരു 2 വീക്സ് വരെ ഞാൻ ഉറക്കമായിരുന്നു. രാവിലെ ചെല്ലുക, കേൾക്കുക, ഉറക്കം എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഉറക്കം. ഞാൻ മാത്രമല്ല കേട്ടോ, എല്ലാവരും ഉറങ്ങും. അവിടെ ഉറങ്ങാതിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു 1-2 പേര്. അവർ ഉറങ്ങിയിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എല്ലാവരും ഉറങ്ങും കേട്ടോ ആ സമയത്തൊക്കെ. അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞപ്പം
എന്താ ചെയ്യാനാ, നമ്മുടെ അവിടെ ഒരു മെഷീനുണ്ട് കോഫിയുടെയൊക്കെ, അവിടെ ചെന്ന് കോഫി കുടിക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ ഉറക്കമൊക്കെ കുറച്ച് പിന്നെ ഞാൻ ഉറങ്ങാതായി, ക്ലാസ്സിൽ ഉറങ്ങത്തില്ല. കേട്ടിരുന്നാലും കേട്ടി ഇരുന്നില്ലെങ്കിലും ഞാനിങ്ങനെ ബുക്കും തുറന്ന് വെച്ച് എന്തെങ്കിലുമൊക്കെ എഴുതി വേറെ കാര്യങ്ങൾ, കണക്ക് കൂട്ടൽ, വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ നോക്കി ഇരിക്കുമായിരുന്നു. പിന്നെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഓരോ ബ്ലോക്ക്, അതായത് ക്ലാസ് കഴിഞ്ഞ ഉടനെ പിന്നെ നമുക്ക് ജോലിയായിരിക്കും. അപ്പോൾ അതിന് മുൻപായിട്ട് ക്ലാസ്സിൽ പഠിപ്പിച്ച ഇത്രയും ടോപ്പിക്കിൽ ആ ടോപ്പിക്കിൽ കുറച്ച് ആ ഒരു എന്തുവാ ആ ഒരു ഇതിൽ സബ് ടോപ്പിക്സ് കാണുമല്ലോ, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമ്മളോട് പഠിച്ചിട്ട് വരാൻ പറയാം. അപ്പം നമുക്കൊരു ക്ലാസ് ടെസ്റ്റ് ഉണ്ട്. അപ്പം ആ ക്ലാസ് ടെസ്റ്റ് എഴുതി കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് അടുത്ത ജോലിയാണ്. എനിക്ക് ഉടനെ തന്നെ ഓൾഡ് ഏജ് ഹോമിലായിരുന്നു. അപ്പോൾ ഓൾഡ് ഏജ് ഹോമിൽ ചെന്നപ്പം നടക്കുന്നതിനുണ്ടാകുമ്പോൾ ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലേ. അവിടെ ചെല്ലുമ്പം നമ്മളെല്ലാ കാര്യങ്ങളും, ബേസിക് കാര്യങ്ങളും, ഒരു പേഷ്യൻ്റ്, ഓൾഡ് ഏജ് ഹോം എന്ന് പറഞ്ഞാൽ പ്രായമായ അപ്പാപ്പന്മാരും അമ്മമ്മമാരും ഒക്കെ, വീട്ടുകാരൊക്കെ ഇല്ലാത്തവരും ഉണ്ട്, പക്ഷേ കൂടുതലും ഉള്ളവരാണുള്ളത്. മക്കളൊക്കെ വന്ന് കാണാറൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുക, അതാണ് നമ്മളുടെ ഡ്യൂട്ടി. രാവിലെ ചെല്ലുക, 7 മണിക്ക് ചെല്ലുക ഡ്യൂട്ടിക്ക്. 7 മണിക്ക് എന്നാൽ ചിലവർക്കൊക്കെ മെഡിസിൻ കാണും. നമ്മൾ മെഡിസിനുമായിട്ട് ഭയങ്കര കൈകാര്യം നമുക്ക് പറ്റത്തില്ല, കൈകാര്യം ചെയ്യാനുള്ള ഇത് നമുക്കില്ല. പക്ഷേ ഇപ്പം നേഴ്സിൻ്റെ ഒരു എക്സാമിനേഡ് നേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കത് എടുത്ത് കൊടുക്കുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല. അങ്ങനെ വന്ന് ഓരോ ദിവസം ചെല്ലുക. രാവിലെ എനിക്ക് ഒരു 5 പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അവരെ സ്ഥിരം ചെന്ന് അവരെ എഴുന്നേൽപ്പിക്കുക. ആഴ്ചയിൽ ഒരു ദിവസം കുളിപ്പിക്കേണ്ട ജോലിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുളിപ്പിക്കുക, അവരുടെ ഡെയിലി എല്ലാ കാര്യങ്ങളും നോക്കുക. പിന്നെ ഇവിടെ കൂടുതലും എല്ലാവർക്കും പല്ലുണ്ടല്ലോ, വെപ്പ് പല്ല്. അപ്പോൾ വെപ്പ് പല്ലൊക്കെ എടുത്ത് കൊടുക്കുക. ചിലവർ സ്വന്തമായിട്ട് തന്നെ എല്ലാം ചെയ്യും, എന്നാലും നമ്മൾ നോക്കണം. പിന്നെ പ്രായമായവരല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് അവർക്കുണ്ട്. എന്നാലും അവർ ക്ലീനാണോ, അവർ ഹൈജീനായിട്ട് നമ്മൾ നോക്കണം. അപ്പം അങ്ങനെയുള്ള കാര്യമാണ് ഓൾഡ് ഏജ് ഹോമിലുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും സ്കൂളിലോട്ടാണ്. സ്കൂളിൽ വരിക, അടുത്ത ടോപ്പിക്കിനെ പറ്റി പഠിക്കുക. ഇതേപോലെ കണ്ടിന്യൂ ആയിട്ട് ക്ലാസ് 3 മണി വരെ. പിന്നെ ചില സമയത്ത് ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടോപ്പിക്ക് എന്നിട്ട് നമ്മൾ ഗ്രൂപ്പായിട്ട് ടീം വർക്ക് ചെയ്തിട്ട് നമ്മളത് പ്രസൻറ്റ് ചെയ്യണം. അതാണ് കൂടുതലും ഇവിടെ ഉള്ളത്. എനിക്ക് തോന്നുന്നൊരു 70% നമ്മൾ സെൽഫായിട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിയുള്ള 30% ടീച്ചർമാരിങ്ങനെ ഓരോ ടോപ്പിക്കിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞിങ്ങനെ വിടുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ സെൽഫ് സ്റ്റഡിയാണ്. നമ്മൾക്ക് ഒരു ടോപ്പിക്ക് അവർ തരും, അത് സ്വന്തമായിട്ട് പഠിച്ച് അവിടുന്ന് ഇവിടുന്ന് എല്ലാം കണ്ടുപിടിച്ച് നമ്മൾ തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇവിടുത്തെ ഒരു രീതി കേട്ടോ. പക്ഷെ അത് നല്ലതാണ്. എങ്കിലും നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്ന എനിക്ക് കറക്റ്റ് അറിയില്ല, അത്രയും ഭയങ്കര എക്സ്പ്ലനേഷനൊന്നും ഇവിടെ പഠിപ്പിക്കാറില്ല. എനിക്ക് അങ്ങനത്തെ ഇത് തോന്നിയിട്ടുണ്ട്. പിന്നെ കറക്റ്റായിട്ട് നമ്മുടെ നഴ്സിങ്ങിനെ പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല. എന്നാലും ഇവിടെ തിയറി കുറവും പ്രാക്ടിക്കൽ കൂടുതലുമാണ് ഇവിടെ. അത് കഴിഞ്ഞ് ക്ലാസ്, പിന്നെ പഴയ പോലെ എക്സാം. അത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉരുളബായിരുന്നു. ഉരുളബെന്ന് പറഞ്ഞാൽ എൻ്റെ വെക്കേഷൻ ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ എൻഗേജ്മെൻ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും വന്നതിന് ശേഷം എനിക്ക് ആംബുലൻറ്റ് ഫ്ലീ ആയിരുന്നു. ആംബുലൻറ്റ് ഫ്ലീക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കാറിൽ ഓരോ വീടുകളിൽ പോയി വയ്യാത്ത പേഷ്യൻസിനെ ഇത് കണക്ക് അവരുടെ ബേസിക് കെയർ നോക്കുക. ചിലപ്പം ചിലർക്ക് ഈ ട്രോംബോസ് മാത്രം മതിയായിരുന്നു. അതെന്തോ അതിന് പറയുന്നത്, വെരിക്കോസ് വെയിൻ എന്നാണോ? എനിക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒന്നും എനിക്കിപ്പോൾ കറക്റ്റായിട്ട് തിരിച്ച് അറിയത്തില്ല. പക്ഷേ ഇംഗ്ലീഷും കൂടെ പഠിച്ച് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം ഈ ജർമ്മൻ പഠിക്കുന്നതുകൊണ്ട് എനിക്ക് മിക്കതും ജർമ്മൻ വേർഡ്സ് അറിയൂ, ഇംഗ്ലീഷ് അങ്ങനെ അറിയത്തില്ല. ശരിക്കും അത് മോശമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഇംഗ്ലീഷിലും കൂടെ അത് മനസ്സിലാക്കി വെക്കണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പം അത് ഞാൻ എന്തായാലും ഇനി പഠിക്കുമ്പോൾ ചെയ്യാതൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പം അതാണ് നമുക്ക് ആംബുലൻറ്റ് ഫ്ലീക്ക്. പക്ഷെ അത് നല്ലതാണ്. ഇപ്പം നമ്മൾ പോയി ആ ടൈമിന് തീർന്ന് പെട്ടെന്ന് വരാം. മറ്റേത് കണക്ക് 7.5-8 മണിക്കൂർ ഡ്യൂട്ടി ഇല്ല. 8 മണിക്കൂറാണ് ഡ്യൂട്ടി. അതിൽ 7.5 മണിക്കൂർ ഇവർ കൂടും. അരമണിക്കൂർ നമുക്ക് ബ്രേക്ക് ടൈമാണ്, അപ്പോൾ അത് കൂട്ടത്തില്ല. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ആംബുലൻറ്റ് ഫ്ലീക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഇഷ്ടത്തിനല്ല, ഒരു ടൈമുണ്ട്, അത് നമ്മൾ പോവുക. ചിലർക്ക് മെഡിസിൻ മാത്രം കൊടുത്താൽ മതിയായിരിക്കും,
ടാബ്ലറ്റ് കൊണ്ട് കൊടുക്കുക. ചിലർക്ക് ഈ പറഞ്ഞെടുക്ക് ആ ഒരു സോക്സ് അതിട്ട് കൊടുക്കാൻ പോവുക. അത് ഭയങ്കര പാടാണ് ഗൈസ്, പറയാൻ നടക്കൊന്നുമില്ല, നല്ല പാടാണ് അത് വലിച്ച് കയറ്റുന്നത്. അപ്പം അതിട്ട് കൊടുക്കുക. പിന്നെ ചിലവർക്ക് ഇൻസുലിൻ എടുക്കുന്നവരാണ് ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക്. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആബിൾ ഫ്ലീഗിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും സ്കൂൾ തന്നെയാണ്. സ്കൂളിൽ വരിക, അടുത്തത് പഠിക്കുക. ഏറെക്കുറെയൊക്കെ നമ്മളിപ്പോൾ സ്കൂളിൽ പോയി പഠിക്കുന്ന കാര്യമായിരിക്കും അടുത്ത വർക്ക് ചെയ്യുന്ന എവിടെയാണോ അവിടെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് കുറേയൊക്കെ സ്കൂളിൽ പഠിപ്പിക്കാത്തതൊക്കെ നമുക്ക് അവിടെയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം പെട്ടെന്ന് ചെന്നിട്ട് നമ്മളടുത്ത് അവർ ഇപ്പോൾ ഹോസ്പിറ്റലിൽ, അത് കഴിഞ്ഞ് എനിക്ക് ഹോസ്പിറ്റലിലാണ് വന്നത് കേട്ടോ. ന്യൂറോളജിയിലായിരുന്നു ഞാൻ. അപ്പം എപ്പിലെപ്റ്റോളജി, അതായത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എപ്പിലെപ്സി എന്നാണോ? എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. അതായത് നമ്മൾ ഈ എന്തു പറയണ്ട, ഈ ഫിക്സ് അങ്ങനെയൊക്കെ വരുന്ന പേഷ്യൻസ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല, ഭയങ്കര ജോലിയല്ല, എന്നാലും ജോലിയുണ്ട്. എന്നാൽ ഈ ഫ്ലീഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം വാഷ് ചെയ്യുന്നതും അങ്ങനെയുള്ള പരിപാടിയൊക്കെ കുറവാണ്. ചില ബെഡ് പേഷ്യൻസിന് മാത്രം നമുക്കങ്ങനെ ചെയ്യേണ്ടി വരുന്നുള്ളൂ. അപ്പം എനിക്കത് കുഴപ്പമില്ല, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ഹോസ്പിറ്റൽ ഭയങ്കര സ്ട്രെസ്സാണ് ഗൈസ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് എല്ലാം ചെയ്യണം, ഓടി കിടക്കണം. ഞാൻ ഓടിയല്ലോ എന്ന് പറഞ്ഞാൽ എനിക്ക് ശ്വാസം മുട്ടി ഞാൻ തട്ടിപ്പോകും ഗൈസ്. അതാണ് ഒരു കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതെനിക്ക് ഹോസ്പിറ്റലിൽ കുറച്ചുകൂടെ ഇച്ചിരി പാട്, ഇത്തിരി ഒന്ന് നമ്മൾ ഭയങ്കരമായിട്ട് അതിലോട്ടൊന്ന് ഇൻവോൾവ് ചെയ്യേണ്ടി വരും. എന്നെ സംബന്ധിച്ച് അവിടെയൊക്കെ ഈ ഓക്സിജനിലൊക്കെ കിടക്കുന്ന പേഷ്യൻ്റ് ഉണ്ടല്ലോ, നമ്മളത് മാറ്റി കഴിയുമ്പോൾ ഇങ്ങനെ കിടന്ന് ഭയങ്കരമായിട്ട് ബീറ്റ് ചെയ്യും അവരുടെ ഹാർട്ട്. അപ്പോൾ എനിക്ക് അതൊക്കെ കേൾക്കുമ്പോഴല്ലോ ഞാനത് വീട്ടിൽ കൊണ്ടിരുന്ന് അത് ആലോചിച്ചിരുന്ന് വിഷമമാണ് എനിക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ എനിക്കുണ്ട് കേട്ടോ. എനിക്ക് പേഴ്സണലി അങ്ങനെയൊക്കെയുള്ള ചെറിയ ചിലവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമവും അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വന്നത് നേരെ വീണ്ടും ഞാൻ എന്തായിരുന്നു ഓൾഡ് ഏജ് ഹോമിൽ തന്നെ. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ എംപ്ലോയറിൻ്റെ കീഴിലുള്ളത് ഓൾഡ് ഏജ് ഹോമാണ്. അപ്പോൾ എനിക്ക് കൂടുതലും വരുന്നത് ഓൾഡ് ഏജ് ഹോമാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ കറൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പീഡിയാട്രിയാണ്. പീഡിയാട്രി എന്ന് പറയുമ്പം കുട്ടികളുടെ അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാർഡാന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം പ്രഗ്നൻ്റായ, അതായത് ഡെലിവറിക്ക് മുൻപ് വന്നവരെ അഡ്മിറ്റ് ചെയ്യുക. ചിലവർക്ക് പ്ലാൻഡ് ആയിരിക്കും ഡെലിവറി, സിസേറിയൻ പ്ലാൻ ചെയ്തതായിരിക്കും. ചിലവർക്ക് ആ സ്പോട്ടിൽ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഡെലിവറി ചെയ്യുന്നവരായിരിക്കും. ചിലവർക്ക് സാധാ നോർമൽ ഡെലിവറി ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ നേരത്തെ വരും. അവിടെ അതായത് ഞാൻ നിൽക്കുന്ന എൻ്റെ സ്റ്റേഷൻ്റെ മുകളിലാണ് ഈ ഡെലിവറി ലേബർ റൂം. അപ്പം ലേബർ റൂമിൽ കൊണ്ടുപോവുക, അവർ പ്രസവിക്കുകയാണെങ്കിൽ നോർമൽ ഡെലിവറി ആണെങ്കിൽ അങ്ങനെ. അതല്ല ഇപ്പം സിസേറിയൻ ആണെങ്കിൽ ഇവിടെ സെക്സിയോ എന്നാണ് പറയുന്നത്, പ്രീ സെക്സിയോ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം സിസേറിയൻ ആണെങ്കിൽ സിസേറിയൻ ചെയ്യുക, അമ്മേനെ കുഞ്ഞിനെ കൊണ്ടുവരിക. പണി കുറവാണ്. അമ്മേനെ പിന്നെ അമ്മയുടെ എല്ലാം നോക്കുക നമ്മൾ, എന്ന് വെച്ചാൽ അമ്മേനെ വാഷ് ചെയ്യുക, അങ്ങനെയുള്ള പരിപാടീസ് ഒന്നുമില്ല. അവരുടെ ഹെൽത്ത് നോക്കുക. അവർക്ക് ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ട്യൂബ് എഴുന്നേൽക്കാൻ സ്വയം സെൽഫായിട്ടെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ട്യൂബൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ള പണി. പിന്നെ കുട്ടികളെ അവരുടെ ബ്ലഡ് ഷുഗർ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ നോക്കണം. ഈ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ ബ്ലഡ് ഷുഗർ നോക്കണം. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ച്, കുഞ്ഞു പിള്ളേരുടെ കാര്യങ്ങളൊക്കെ പഠിച്ച്. അപ്പം അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് സ്ട്രെസ് ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ചിലപ്പം എന്തെങ്കിലുമൊക്കെ ഒരു പെട്ടെന്നുള്ളൊരു അറേഞ്ച് ചെയ്യുന്നതിലൊരു ചെറിയ ഇത് വേണം. നേഴ്സാണ് എല്ലായിടും ചെറിയ പാടുകൾ എന്ന് നമുക്ക് സ്ഥിരം പാട് അല്ലെങ്കിൽ ഡിഫിക്കൽറ്റീസ് ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇടയ്ക്ക് അറിയാലോ പേഷ്യൻസാണ്, ചിലപ്പം ഒരു എമർജൻസി സിറ്റുവേഷനൊക്കെ വന്നാൽ കുറച്ച് കഷ്ടപ്പാടാണ് എല്ലാം ഒന്ന് ഹാൻഡിൽ ചെയ്ത് പോകാൻ. അതല്ലാതെ നോക്കുമ്പം കാം ആൻഡ് ക്വയറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു സ്റ്റേഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് പേഴ്സണലി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് അവിടെ ജോലി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പഠിച്ചു കഴിയുമ്പം. അപ്പം ഇതുവരെ നിലവിൽ ഇനി എനിക്കിപ്പോൾ ഓൾഡ് ഏജ് ഹോം, എൻ്റെ ഡ്യൂട്ടി ഇന്നലെ മെനഞ്ഞാന്നത്തോടെ കഴിഞ്ഞു. അപ്പം എന്തുവാ, എനിക്ക് ഒത്തിരി സന്തോഷവും ഈ ഒരു വർഷം കൊണ്ട് എനിക്ക് നഴ്സിംഗിൽ ഇഷ്ടം തോന്നിയ ഒരു സ്റ്റേഷൻ സത്യം പറയാലോ. ഈ ഒരു വർഷം കൊണ്ട് ഞാൻ കുറേയൊക്കെ ഞാൻ കരഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ്, കരഞ്ഞിട്ടുണ്ട്, വിഷമമൊക്കെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കാരണം നമ്മളെ നാട്ടിൽ നിൽക്കുന്ന കണക്ക് ഒരിക്കലും പുറത്ത് പോയി കഴിഞ്ഞാൽ ആവില്ല ഗൈസ്.
ഒന്നാമത്തെ കാര്യം. ഞാൻ പിന്നെ കൂടുതലും ഫാമിലിയൊക്കെ ആയിട്ട് കുറച്ച് ഇതുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര അപ്പം ഞാൻ ആരടുത്തും അങ്ങനെ കുറേ ഒന്നും പറയത്തില്ല. പിന്നെ ഇപ്പോൾ ഒക്കെ ഞാൻ പറയും. കാരണം നഴ്സിംഗ് എനിക്ക് ഒന്നാമതേ ഇഷ്ടമില്ലാത്ത ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വരുമ്പം ഈ മാർക്കൊക്കെ കുറേ അങ്ങനെയൊക്കെ വരുമ്പം എനിക്ക് ഭയങ്കര വിഷമം. എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്കിത് പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഞാൻ പറയും കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ 1 ഇയേഴ്സ് ഞാൻ വർക്ക് ചെയ്തതും ഞാൻ പഠിച്ചതിൻ്റെ ആയിട്ടുള്ള എൻ്റെ ഒരു അറിവിൽ എനിക്ക് എങ്ങനെയാണോ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. എൻ്റെ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇഷ്ടമുണ്ടെങ്കിൽ കാണുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ എൻ്റെ മാർക്ക് നോക്കുകയാണെങ്കിൽ അത് നോക്കാതിരിക്കുന്നത് സത്യത്തിൽ നല്ലത്. മാർക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. കാരണം ഇവിടെ പല സ്കൂളും പല രീതിയാണ്. ചില സ്കൂളുകൾ ഭയങ്കര സ്ട്രിക്റ്റാണ്. അപ്പോൾ എൻ്റെ സ്കൂൾ ഏതോ ഭാഗ്യത്തിനും അത്ര കുഴപ്പമില്ല. എൻ്റെ പ്രൊഫസറായിട്ടൊന്നും എൻ്റെ ആർബൈറ്റ് ഗീവറാണ് തീരുമാനിക്കുന്നത്. അതായത് എൻ്റെ എംപ്ലോയർ എന്നെ ഓക്കെയാണ്, കുഴപ്പമില്ല, അവളെ ഇരുത്തിക്കോളാൻ പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ട്. സ്കൂളിൽ നിന്ന് അങ്ങനെയാണ് പറഞ്ഞത്. കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല. അപ്പം എൻ്റെ സ്കൂളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ലാംഗ്വേജ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലും സാധാരണ മറ്റുള്ളവർ പറയുന്ന കണക്ക് അവരുടെ സ്കൂൾ കണക്ക് അത്ര സ്ട്രിക്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. നല്ല സ്കൂളാണ്. എൻ്റെത് DRK എന്ന് പറയും. അതായത് DRK എന്നാണ് ഇവിടെ DRK ജർമ്മനി പറയുമ്പോൾ. ഞാനിവിടെ കൊളോണിൽ അവിടെയാണ് പഠിക്കുന്നത്. അപ്പം എനിക്ക് കിട്ടിയ മാർക്ക് പറയുവാണെങ്കിൽ ഫസ്റ്റത്തെ മാർക്കൊക്കെ ജസ്റ്റ് പാസ്. അതായത് ഇവിടെ 1 2 3 4 6 വരെയാണ്. അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ കുറവ്, 1 എന്ന് പറയുമ്പോഴാണ് ഏറ്റവും ഹൈ മാർക്ക്. എനിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 4.6. ഒരു വട്ടം ഞാൻ തോറ്റു, 4.9 കിട്ടി. പിന്നെ എനിക്ക് ഇംഗ്ലീഷ്, അതായത് സ്പീക്കിംഗ് ടെസ്റ്റ്, അതൊക്കെ വരുമ്പം ഓറൽ അത് വരുമ്പോഴത്തേക്കും എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. 1.5 ആണ്, 1.8 കിട്ടിയിട്ടുണ്ട്, 2 പോയിൻറ്റ് സംതിങ് കിട്ടിയിട്ടുണ്ട്, 3 പോയിൻറ്റ് സംതിങ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് റൈറ്റിങ്ങിൽ ഞാൻ തിരിച്ചും മറിച്ചും എന്തൊക്കെയോ. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് പഠിക്കുന്ന ഒരു ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്ന ഒരു ക്യാരക്ടറല്ല എൻ്റെത്. അങ്ങനെയല്ല, ഞാൻ അങ്ങനെ എഫേർട്ട് എടുത്ത് പഠിക്കാറില്ല ശരിക്കും പറഞ്ഞാൽ. ഇനിയെങ്കിലും പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അത് ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നു. പക്ഷേ പഠിക്കാറില്ല, മടിയാണ്. ഈ വീഡിയോ ഇടുന്നതൊക്കെ തന്നെയാണ് മാവലീനെ പോലെ. ഈ തലേന്നൊക്കെ ഇരുന്നാൽ പഠിക്കുന്നത്. തലേന്നിരുന്ന് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ രാത്രി ഇരുന്ന് പഠിക്കുക, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ബസ്സിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വായിച്ച് നോക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിക്കുന്നത്. പിന്നെ പഠിച്ചിട്ട് പോകുന്നതോ അവിടെ ചെന്നിട്ട് തലതിരിച്ച് എഴുതും. അങ്ങനെ എഴുതി കഴിഞ്ഞൊട്ടത്തെങ്കിലും എനിക്ക് മാർക്ക് കുറവായിരുന്നു. എന്നാലും പാസ്സായി, അത്രയും മതി. എന്നെ സംബന്ധിച്ച് എനിക്ക് പാസ്സായാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെയാണ് ഒരു സത്യം അറിഞ്ഞത്. എല്ലാ വർഷവും നമുക്ക് സർട്ടിഫിക്കറ്റിൽ നമ്മുടെ എല്ലാ മാർക്കിൻ്റെ ലിസ്റ്റ് അതിനകത്ത് എഴുതുമെന്നൊക്കെ പറയുന്നത്. എനിക്ക് കിട്ടിയിട്ടില്ല. കിട്ടുമ്പം ഞാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചിട്ടൊരു വീഡിയോ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. ഞാൻ പറയാം, എന്തായാലും നിങ്ങളോട് ഞാൻ പറയാം. ഞാൻ എന്തൊക്കെയാണ് ദൈവമേ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പൊട്ടത്തെറ്റ്, ഞാൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ലല്ലോ ദൈവമേ. എന്തായാലും ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഇങ്ങോട്ട് പഠിക്കാൻ വരുന്നവരൊക്കെ വന്നോളൂ. പിന്നെ കുറേ പിള്ളേർ എന്നോട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിന് ഉള്ള മറുപടിയും കൂടെ ഞാനങ്ങ് പറയാമെന്ന് വിചാരിക്കുന്നു. B2 ഇവിടെ വന്ന് പഠിക്കുന്നതാണോ നല്ലത്, നാട്ടിൽ നിന്ന് പഠിക്കുന്നതാണോ? B2 വരെ പഠിച്ചിട്ട് അവർ എക്സാം എഴുതാൻ വേണ്ടി നിൽക്കുന്നവരാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ B2 അവിടെ വെച്ച് പഠിച്ചിട്ട് എക്സാം എഴുതി നിങ്ങൾ പാസ്സാവുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടും അവിടുന്ന് ഡയറക്റ്റ് ഹൗസ് ബിൽഡിങ്ങിന് വരുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾക്ക് ലാംഗ്വേജ് അത്ര പോരാ എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് FST വല്ലതും കിട്ടുമെങ്കിൽ FSTയിൽ വരിക. പിന്നെ ഔപ്പേറിന് വന്ന് ഞാനൊരു വർഷം കളയാൻ പറയില്ല. അതിന് പകരം നിങ്ങൾ B2 പാസ്സായവരാണെങ്കിൽ ഡയറക്റ്റ് ഹൗസ് ബിൽഡിങ്ങിന് കയറി വരിക. ഇപ്പം ഷൂളയൊക്കെ കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ആ ഒരു 3-4 മാസം കൊണ്ട് നിങ്ങൾക്ക് ലാംഗ്വേജ് ഒരു ഇത്തിരിയെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് എഫേർട്ട് ഇട്ടാലേ എല്ലാം നടക്കൂ. അതൊന്നാമത്തെ കാര്യം. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസും എനിക്കറിയാവുന്നതായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ എനിക്കൊന്ന് 2 ദിവസം മുൻപാണോ ഇന്നലെയാണോ മെനഞ്ഞാന്നാണോ എനിക്കൊരു കമൻറ്റ് വന്നത്, ഞാൻ വായിച്ചതാണേ. അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പാഡില്ലേ, പീരീഡ്സ് ടൈമിൽ യൂസ് ചെയ്യുന്ന പാഡ് നമ്മൾ എവിടെയാണ് കളയുന്നത്, ഡിസ്പോസൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ചോദിച്ചായിരുന്നു. അതായത് നമുക്കിവിടെ വേസ്റ്റിനൊരിതുണ്ട്. അപ്പം പ്ലാസ്റ്റിക്, പേപ്പറിൻ്റെ പേപ്പർ, പിന്നെ റസ്റ്റിനുള്ളതെന്ന് പറയാം. അതായത് ബാലൻസ് ആയിട്ടുള്ള സാധനങ്ങൾ ഈ പ്ലാസ്റ്റിക്കിലും പേപ്പറിലും ബയോ എന്ന് പറയുന്ന നമ്മുടെ ഫുഡ് വേസ്റ്റിലൊക്കെ ഇടാൻ പറ്റാത്തതായിട്ടുള്ള വേസ്റ്റുകൾ ഇടാൻ വേണ്ടി ഞങ്ങളുടെ ഇവിടെ ഒരു ബ്ലാക്ക് റസ്മുള്ളിന് വെച്ചേക്കുന്ന ഒരു ബോക്സ്
അത് നോക്കട്ടെ, ഞാൻ പറ്റുമെങ്കിൽ ഞാൻ എൻ്റെ റൂം ടൂറൊക്കെ ചോദിച്ച കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഈ വീടും ഉടനെ തന്നെ ഈ വീട് മാറാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിന് മുൻപ് ഞാനൊരു വീഡിയോ കൂടി ചെയ്യാം. അപ്പം ഞാനിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പം നമ്മുടെ പാഡ് എങ്ങനെയാണ് കളയേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ റസ്മില്ല, അതായത് ഈ നമ്മൾ സാധാ ബാക്കിയുള്ള വേസ്റ്റുകൾ, ഇപ്പം നമ്മുടെ മുടി അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ ഇടുന്ന അതിലാണ് നമ്മൾ പാഡിൻ്റെ ഇത്. അപ്പം ആഴ്ചയിൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഇത് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് വണ്ടി വരും. അപ്പോൾ അത് നമ്മൾ പുറത്തെടുത്ത് വെക്കുക. അപ്പോഴത്തേക്കും ആ വണ്ടി തന്നെ വന്നെടുത്ത് അവർ തന്നെ അത് കളഞ്ഞ് ആ ബോക്സ് തിരിച്ച് അവിടെ തന്നെ വെക്കും. പിന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് എടുത്ത് വെക്കുക. ഇതാണ് ഇവിടുത്തെ വേസ്റ്റൊക്കെ കളയുന്ന രീതി. അപ്പം അതൊക്കെ നല്ല കാര്യങ്ങളാണ്. കാരണം നമ്മൾ ഇവിടെ കത്തിക്കാൻ പാടില്ല കേട്ടോ, ഒന്നും നമ്മൾ കത്തിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരിതുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇന്ത്യൻസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നല്ല സ്മെല്ലും ഈ ഒരു ഇതൊക്കെ വരുമ്പം ഇവിടെ മറ്റേ അലാറം അടിക്കുക. അപ്പം ഞങ്ങളുടെ അവിടെ കിച്ചണിലില്ല, അത് ഞങ്ങൾ ഇന്ത്യൻസ് ആയതുകൊണ്ട് വെക്കാനാണോ എന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് കിച്ചണിലില്ല, റൂമിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത്രയൊക്കെയാണ്. എനിക്കറിയാം ഞാൻ കുറേയൊക്കെ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു പോയി, പക്ഷേ കുറേയൊക്കെ എനിക്ക് പറയുന്ന രീതി, ഞാൻ എങ്ങനെയാണോ പറയുന്നത് അതേപോലെയാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ഞാൻ ഉടനെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു. ഇനിയെങ്കിലും എനിക്ക് വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കറിയത്തില്ല. അപ്പോൾ എടുക്കാൻ ഞാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുമോ. ചിലപ്പോൾ ഞാൻ റിപ്ലൈ തരത്തില്ലായിരിക്കാം, ജസ്റ്റ് ലൈക്ക് അടിക്കത്തേ ഉള്ളായിരിക്കും. പക്ഷേ ഞാൻ എന്തെങ്കിലും വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാം ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.